സോ രാവിലെ തന്നെ നമ്മൾ ട്രേഡ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എൻട്രി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗോൾഡിൽ ബൈ പൊസിഷൻ ആയിരുന്നു. സോ 4 അവർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 4 അവറിൽ മാർക്കറ്റ് ഒരു ബിയറി സ്ട്രക്ചേഴ്സ് ഒക്കെ മാർക്കറ്റ് ഉണ്ട്, ലോവർ ലോസും ലോവർ റൈസ് ഒക്കെ ഉണ്ട്. എന്നിട്ടും ബൈ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു SNR ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഒരു ഹൈ എടുത്തിട്ടുള്ളത്. സോ ഇവിടെ എടുത്ത ഹൈ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ലോനെ സ്വീപ്പ് ചെയ്തിട്ടാണ് നല്ലൊരു വോളിയം വന്നിട്ടുണ്ടായിരുന്നത്. സോ 1 അവർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. മാർക്കറ്റിന് ഈ ഒരു ലോന മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്റേണലി ഉള്ള ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഒരു നല്ല ബോഡി ബ്രേക്ക് പുറത്തോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ മാർക്കറ്റ് ചെറുതായിട്ട് 1 അവർ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് ആണ്. ഈ ഒരു ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും ഒരു പുഷ് തരിക. ഇപ്പൊ കറന്റ് നമുക്ക് ട്രേഡ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 1:3 നമുക്ക് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെറിയ ലോട്ട് സൈസിൽ ട്രേഡ് റൺ ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടിപ്പിൾ എൻട്രീസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ലെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സി നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ് ഞാൻ എന്റെ ഡിസ്കോർഡും ടെലഗ്രാമിലൊക്കെ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ട്രേഡിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. സോ മാർക്കറ്റ് നല്ല രീതിക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് രാവിലെ 8 മണിക്ക് എടുത്ത എൻട്രി ആണ്. അറൗണ്ട് 2 മണിയായി. ഇതാണ് നമ്മൾ ട്രേഡിംഗിൽ പേഷ്യൻസ് വേണമെന്ന് പറയാനുള്ള മെയിൻ റീസൺ. സോ രാവിലെ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത 100 പിപ്സ് മാർക്കറ്റ് പുഷ് ചെയ്ത് വീണ്ടും ഫാളായി. ഇവിടെ നിന്നാണ് പല ട്രേഡേഴ്സും പാനിക് ആവുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്ത മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു പുഷ് ചെയ്യുന്നു. ഇവിടെ കണ്ടോ ഏഷ്യന്റെ ലോ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഏഷ്യന്റെ ലോനെ സ്വീപ്പ് ചെയ്തു നല്ല രീതിക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രേഡിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് ഇപ്പൊ നമ്മളുള്ള സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുന്നത്, അതിനൊന്ന് ബ്രേക്കിംഗ് വെക്കണം. കാരണം അറൗണ്ട് 1:2 അടുത്തോളം ടാർഗറ്റ് എത്താറായി. ടെലഗ്രാമിൽ കൊടുത്തിട്ടുള്ള 1:1 2 ഒക്കെ മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റിസ്കിനെ ഇപ്പൊ മാനേജ് ചെയ്തിട്ടുണ്ട്. അത് റൺ ചെയ്യട്ടെ. NFE ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ നമ്മൾ NFEന്റെ മുമ്പ് മാർക്കറ്റ് ഒന്നുകൂടെ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഫിറ്റിലോട്ട് ഒന്നും കൂടെ മൂവ് ചെയ്യും. സോ ഇതിനെക്കുറിച്ച് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം ഹയർ ടൈം ഫ്രെയിം തൊട്ട് എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാനുള്ളത്. സോ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണാം. ഇനി നമുക്ക് ടാർഗറ്റ് അടിക്കുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ അടിച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രേക്ക് ഡൗൺ അടിക്കാനുള്ള റീസൺ ഫണ്ടമെന്റൽസ് ആണ്. FOMC ഡാറ്റ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. FOMC റിലീസ് ആവുന്നത് അറിയായിരുന്നു. പക്ഷെ നമ്മൾ എൻട്രി അത്രയും ലോവസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു റിയാക്ഷൻ ഈ ഒരു സെയിം ഏരിയ തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഫാളായി. നല്ല രീതിക്ക് ടാറ്റാസ് സ്ട്രോങ് ആയിരുന്നു. ഞാൻ TP വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ 1:3 അടുത്തോളം മാർക്കറ്റ് എത്തിയിരുന്നു. ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന 1:2 3യും എല്ലാതും ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സേഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈലോട്ടായിരുന്നു അത് TP അടിച്ചത്. സോ ഇവിടെ ഡബിൾ ടോപ്പ് കണ്ട സമയത്ത് തന്നെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പാളാവുന്നുള്ളത്. പക്ഷെ ചെറിയ അക്കൗണ്ട് അല്ലേ, നമുക്ക് ലെറ്റ് ഇറ്റ് റൺ ട്രേഡിംഗ് അല്ലേ, നമ്മൾ എന്താണോ നമുക്ക് റിസൾട്ട്സ് ഉള്ളത് നോക്കാമായിരുന്നു.